ബി.ജെ.പിക്ക് രാജ്യത്തെ പല വിധത്തിലുള്ള സഖ്യങ്ങളുണ്ട്. ഒന്ന് എൻ.ഡി.എയുടെ ഭാഗമായിട്ടുള്ള സഖ്യകക്ഷികൾ, ഒപ്പം എൻ.ഡി.എയിൽ ഇല്ല എങ്കിൽ പോലും ബി.ജെ.പിയും അവരുടെ സർക്കാരിനെയും പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗം, വൈ.എസ്.ആർ കോൺഗ്രസ്, ബിജു ജനതാദൾ തുടങ്ങിയ അത്തരത്തിലുള്ള പാർട്ടികളുണ്ട്. ഇത് പുതിയൊരു പാർട്ടി കൂടി എത്തിയിരിക്കുന്നു. പുതിയ പാർട്ടിയല്ല, പഴയ പാർട്ടിയാണ്. മഹാരാഷ്ട്രയിൽ ശക്തമായ MNS ഇപ്പോൾ ഒരു പിന്തുണയുമായി എത്തിയിരിക്കുന്നു. ശിവാജി പാർക്കിലെ ഗുഡ് പത്വ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ് താക്കറെ പറഞ്ഞത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടി മത്സരിക്കുന്നില്ല, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടി മത്സരിക്കുന്നുണ്ട്, തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് ഫട്നാവിസിനെ താൻ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും മഹാസഖ്യത്തിലേക്ക്, അതായത് എൻ.ഡി.എയുടെ ആ സഖ്യത്തിലേക്ക് പോകാൻ താൻ താല്പര്യപ്പെടുന്നില്ല, തൻ്റെ പാർട്ടി താല്പര്യപ്പെടുന്നില്ല. പകരം തൻ്റെ പിന്തുണ നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കുമായിരിക്കും എന്ന് പറയുന്നു. അതായത് കഴിഞ്ഞ കുറേ നാളായി അവിടെ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏക്നാഥ് ഷിൻഡെയുടെ ആ ശിവസേനയും MNSും തമ്മിൽ ലയിച്ചുകൊണ്ട് രാജ് താക്കറെ അതിൻ്റെ തലപ്പത്തേക്ക് എത്തുന്ന രീതിയിലേക്കാണ് ഒരു ഫോർമുല തയ്യാറായിരിക്കുന്നത്. നിലവിൽ ഏക്നാഥ് ഷിൻഡെ ഈ ഒരു ഫോർമുലയോട് യോജിക്കുന്നില്ല. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷം അത് ഉണ്ടാകുമെന്ന്, കാരണം ബി.ജെ.പിയാണ് ഇതിനൊരു ചുക്കാൻ പിടിക്കുന്നത്, അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാകണം രാജ് താക്കറെ പറഞ്ഞിരിക്കുന്നത്. MNSന്റെ പിന്തുണ ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കും മാത്രമാണ് എന്ന് ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.